നമസ്കാരം. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരുന്നപ്പോൾ സർക്കാരുമായി ഏറ്റവും കൂടുതൽ അതായത് സംസ്ഥാന സർക്കാരുമായി കൊമ്പ് കോർത്തത് സർവകലാശാല വിഷയത്തിലായിരുന്നു. അതേ പാതയിലേക്കാണ് പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വരുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല, അതിലൊരു തർക്കവുമില്ല. സർവകലാശാലകളിൽ സർക്കാരിന് ഇഷ്ടമുള്ള വ്യക്തികളെ അധ്യാപകരാക്കുന്നതും കൂടാതെ ഇഷ്ടമുള്ള വ്യക്തികളെ വൈസ് ചാൻസലർ പദവിയിൽ നിയമിക്കുന്നതടക്കം ഇനിയൊരു ഇഷ്ട നിയമനവും അതോടൊപ്പം പിൻവാതിൽ നിയമവും സംസ്ഥാന സർക്കാരിന് സർവകലാശാലകളിൽ നടത്താൻ കഴിയുകയില്ല. അതായത് 2018 UGCയുടെ മുൻകാല നിയമത്തിന്റെ ആ ഒരു കരട് സംസ്ഥാന സർക്കാരിനാണോ അതോ ഗവർണർക്കാണോ സർവകലാശാലകളിൽ VC-മാരെ നിയമിക്കാനുള്ള അധികാരം എന്നതിനെ കുറിച്ച് ഒരു സംശയമുണ്ടായിരുന്നു. കൂടാതെ ഇതിന്റെ പേരിൽ പശ്ചിമ ബംഗാളിലും അതുപോലെ ബീഹാറിലും തമിഴ്നാടും കേരളത്തിലും അടക്കം ഗവർണറും സംസ്ഥാന സർക്കാരും കൊമ്പ് കോർക്കുന്ന അവസ്ഥയിൽ വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നു. കൂടാതെ ഡൽഹിയിലെത്തിയ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നരേന്ദ്രമോദിയെ സന്ദർശിക്കുകയും സർവകലാശാല വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട നരേന്ദ്രമോദിയുമായി ആർലേക്കർ ഒരു ചർച്ച നടത്തുകയും ചെയ്തു. അതോടെയാണ് നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം സർവകലാശാലകളുടെ താക്കോൽ സ്ഥാനം പൂർണ്ണമായും സംസ്ഥാന ഗവർണർക്ക് നൽകാൻ 2018 UGCയുടെ കരട് നിയമങ്ങളിൽ ഭേദഗതി വരുത്താൻ നരേന്ദ്രമോദി നിർദ്ദേശം നൽകിയത്. 2018 UGC കരട് നിയമം ആർക്കാണ് VC-മാരെ നിയമിക്കാനുള്ള ഉത്തരവ് എന്നത് ഒരു വ്യക്തമായി അതിൽ പറയുന്നില്ല. ഇനി മുതൽ കേന്ദ്ര സർക്കാർ ആയിരിക്കും സർവകലാശാലകളിൽ അതാത് UGC അംഗീകാരമുള്ള സർവകലാശാലകളിൽ VC-മാരെ നിയമിക്കാനുള്ള പൂർണ്ണ അധികാരം. അതായത് ഗവർണർക്ക് അഥവാ സർവകലാശാല ചാൻസലറായ സംസ്ഥാന ഗവർണർക്കായിരിക്കും ഇനി മുതൽ സർവകലാശാലകളിൽ VC-മാരെ നിയമിക്കാനുള്ള അധികാരം. ആ ഒരു അധികാരമാണ് കേന്ദ്ര സർക്കാർ UGC നിയമം ഭേദഗതിയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്ര സർക്കാരിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് സർവകലാശാലകൾ പ്രവർത്തിക്കുന്നത്. കൂടാതെ UGCയുടെ ഡെവലപ്മെന്റ് ഫണ്ട്, UGCയുടെ ഗ്രാന്റ് ഫണ്ട്, UGCയുടെ റേറ്റിംഗ് എല്ലാം സർവകലാശാലകൾക്ക് നേരിട്ട് തന്നെയാണ് UGC നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് സർവകലാശാലകളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കോ ഇനി മുതൽ ഒരു പങ്കും ഉണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗവർണർ വൈസ് ചാൻസലറുടെ യോഗത്തിലും ഇതേ കാര്യം തുറന്നു പറഞ്ഞു. യൂണിവേഴ്സിറ്റികളുടെ സെനറ്റ് സിൻഡിക്കേറ്റ് യോഗങ്ങളിൽ താൻ പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിച്ച് സർക്കാരിനെ നേരത്തെ തന്നെ ഗവർണർ ഞെട്ടിച്ചതാണ്. ചാൻസലർ എന്ന അധികാരം ഉപയോഗിച്ച് എല്ലാ വൈസ് ചാൻസലർമാരെയും രാജ്ഭവനിലേക്ക് ഗവർണർ ശരവേഗത്തിൽ വിളിച്ചു വരുത്തുകയും ചെയ്യുകയുണ്ടായി. ക്യാമ്പസ് രാഷ്ട്രീയം അതിരുവിടരുന്നെന്ന മുന്നറിയിപ്പ് ചാൻസലർ നൽകി. അതായത് ഇനി ക്യാമ്പസുകളിൽ SFI ഏതെങ്കിലും രീതിയിൽ മറ്റു വിദ്യാർത്ഥികളെ, അതായത് മറ്റു പാർട്ടിക്കാരെ, അതായത് KSCO ABVP ഉൾപ്പെടെയുള്ളവരെ മർദ്ദിക്കുകയോ അല്ലെങ്കിൽ SFIയിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു കത്തിക്കുത്ത് കൊലപാതകങ്ങൾ ഉൾപ്പെടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ചാൻസലർ ആയ ഗവർണർ, പുതിയ ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ശരവേഗത്തിൽ അതിന് നടപടി എടുക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ഇനി സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ അതായത് നേരിട്ട് VC-മാരെ നിയമിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ പിണറായി വിജയൻ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത വ്യക്തികളെ പിടിച്ച്, പാർട്ടി പറയുന്ന വ്യക്തികളെ പിടിച്ച് സർവകലാശാലകളുടെ പദവിയിലേക്ക് ഇരുത്തി. അതാണ് വലിയ പ്രശ്നങ്ങൾക്ക് ഒരു വഴി വെച്ചത്. ഇനി അതൊന്നും തന്നെ ഇനി ഉണ്ടാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി വിദ്യാഭ്യാസമുള്ള PhD ഉള്ള നല്ല രീതിയിൽ ഗവേഷണമൊക്കെ നടത്തി നല്ല രീതിയിൽ പേരുകെട്ട വ്യക്തികളായിരിക്കും ഇനി ഓരോ യൂണിവേഴ്സിറ്റികളുടെയും VC ആകാൻ പോകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അതോടുകൂടി ഇനി പിണറായി വിജയനോ അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കോ ഇനി സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഇനി യാതൊരുവിധ നടപടിയും എടുക്കേണ്ടി വരില്ല. അവരുടെ റോളുകൾ ഇതോടുകൂടി, അവരുടെ പങ്ക് ഇതോടുകൂടി കുറഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം.